സിംഗപ്പൂർ ചോയ്സ് സമർപ്പിക്കുന്നത് ഹൗസ് ബ്രാൻഡ് വെറൈറ്റി ഈസ് ദ സ്പൈസസ് ഓഫ് ലൈഫ്. പവേഡ് ബൈ കാർത്തിക സൂപ്പർ മാർക്കറ്റ്, കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ഫുഡ് പ്രോഡക്ട്സ് സിൻസ് 1989. Co-sponsored by തിരുമലാഗി, ദ ട്രസ്റ്റഡ് ടേസ്റ്റ് ഓഫ് കൗഗി. വർണ്ണമനോഹരമായിട്ടുള്ള സിംഗപ്പൂർ ചോയ്സിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൗസ് ബ്രാൻഡ് ഫുഡ് പ്രോഡക്ട്സിൻ്റെ വളരെ പണ്ട് തുടങ്ങിയ സക്സസ്ഫുൾ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഹൗസ് ബ്രാൻഡ് ഫുഡ് പ്രോഡക്ട്സ്. അപ്പോൾ നമുക്ക് ഹൗസ് ബ്രാൻഡ് ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് ഒരു അതിഥിയുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. കൂടെയുള്ളത് ഹൗസ് ബ്രാൻഡ് ഫുഡ് പ്രോഡക്ട്സ് ഉൽപാദനം ചെയ്യുന്ന സൂര്യ ട്രേഡിംഗ് എന്റർപ്രൈസസിന്റെ ഡയറക്ടർ ജയദേവൻ ഉണ്ണിത്താൻ സാറാണ്. നമുക്ക് ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ചും ഹൗസ് ബ്രാൻഡിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹലോ സാർ. ഹലോ. സാറിനെ കുറിച്ച് ആദ്യം തന്നെ സാറ് സിംഗപ്പൂരിൽ എപ്പോഴായിരുന്നു വന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ 2 വയസ്സുള്ളപ്പോഴാണ് സിംഗപ്പൂരിലോട്ട് വന്നത്. അത് 1968 സിംഗപ്പൂരിലെത്തിയത്. അപ്പം അച്ഛൻ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹൗസ് ബ്രാൻഡ് ഉൽപ്പാദനം ചെയ്യുന്ന സൂര്യ ട്രേഡിംഗ്, KNP ട്രേഡിംഗ് എന്ന സ്ഥാപനങ്ങൾ അച്ഛൻ തുടങ്ങി വച്ചിട്ടുണ്ടായിരുന്നു. സിംഗപ്പൂരിലായിരുന്നു എൻ്റെ പഠിത്തം. ഞാൻ പ്രൈമറി, സെക്കൻഡറി, പ്രീ ഡിഗ്രി എല്ലാം ഇവിടെ തന്നെ പഠിച്ചു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിച്ചു. അക്കൗണ്ടൻസി ഡിഗ്രിയിലാണ് ബിരുദം നേടിയത്. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. 2 വർഷം ഞാൻ ഓഡിറ്റിംഗ് ഫേമിൽ പ്രാക്ടീസ് ചെയ്തു. 1992 ഞാൻ തിരിച്ച് ഈ ബിസിനസ്സിലേക്ക്, അപ്പോൾ എൻ്റെ മൂത്ത ബ്രദർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ബിസിനസ്. ഞാൻ മൂത്ത ബ്രദറെ സഹായിക്കാൻ വേണ്ടി ബിസിനസ്സിലോട് ചേർന്നു. ഇപ്പോൾ 57 ഇയേഴ്സായി ഈ ഒരു ഹൗസ് ബ്രാൻഡ് ഫുഡ് പ്രോഡക്ട്സ് ഉൽപ്പാദനം ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്താണ് അതിനുള്ള കാരണം? ഇത്രയും ഈ സിംഗപ്പൂരിൽ അത്രയും ഒരു പോപ്പുലാരിറ്റിയും സക്സസ്ഫുള്ളും ആവാനുള്ള ഒരു കാരണം എന്താണ്? അച്ഛൻ ശ്രീ KN ഉണ്ണിത്താൻ ഈ ബിസിനസ് തുടങ്ങിയതിൻ്റെ മൂല കാരണം വീട്ടമ്മമാർക്കും ഈ ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കും ഒരു സഹായമായിട്ട് ഈ കറി പൗഡേഴ്സ് ഇരിക്കണമെന്നുള്ള ഒരു വിചാരം കൊണ്ടാണ് ഈ ബിസിനസ്സെ തുടങ്ങിയത്. അപ്പം സേവനം എന്നുള്ളവരായിരുന്നു അച്ഛൻ്റെ ഈ ബിസിനസ് തുടങ്ങാനുള്ള മെയിൻ കാരണം. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ആംഗിളിലൂടെ, അല്ലെങ്കിൽ അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ സേവിക്കണം. അപ്പോൾ അതോടെ നമ്മുടെ ബിസിനസ്, ഫുഡ് പ്രൊഡക്ട്സ് നല്ലൊരു ക്വാളിറ്റി ആയിട്ടിരിക്കണം, കസ്റ്റമേഴ്സിന് സമയത്ത് എത്തിക്കണം, നല്ല റീസണബിൾ പ്രൈസിങ് ആയിരിക്കണം. അപ്പം അതൊക്കെ വെച്ചിട്ടൊരു സേവനം എന്നുള്ളൊരു ആംഗിളിൽ കൂടെയാണ് നമ്മൾ ആ ബിസിനസ് ചെയ്തത്. അപ്പം ആ ക്വാളിറ്റിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 57 വർഷമായിട്ട് സിംഗപ്പൂരിൽ ഈ ബ്രാൻഡ് നല്ല പോപ്പുലറായിട്ടുള്ളത്. ആൾക്കാർ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മൂലകാര്യം. പിന്നെ ബിസിനസ് എത്തിക്സ് എന്ന് വെച്ചാൽ കലർപ്പ് അങ്ങനത്തെ ഒരു കാര്യവും ഇല്ല. നമ്മൾ ഇവിടുത്തെ ഈ ഫുഡ് സ്റ്റാൻഡേർഡ്സ്, ഇവിടെ അഗ്രി വെറ്ററിനറി അതോറിറ്റി എന്ന് പറയുന്ന ബോഡിയുണ്ട്. അവരാണ് ഈ ഫുഡ്സ് പ്രൊഡക്ട്സ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ബിസിനസ് ഫാക്ടറിയും നമ്മുടെ പ്രൊഡക്ട്സും അവരെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ ടെസ്റ്റുകളൊക്കെ പാസ്സാവുന്നുണ്ട്. അപ്പം ഈ ഒരു പോളിസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ ഇനിയും ഫ്യൂച്ചറിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പ്രോസ്പർ ചെയ്യാനും പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ഹൗസ് ബ്രാൻഡ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാണ്? എന്താണ് അതിനൊരു യുണീക്നെസ്? കറി പൗഡർ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സാണ്. നമ്മൾ ആദ്യം റോ മെറ്റീരിയൽസ് പൾവറൈസ് ചെയ്തു, ചെറിയ പീസസ് ആക്കിയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രൈൻഡിങ് മെഷീൻസിലോട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നു. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് പ്രോസസ്സ്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, ഫസ്റ്റ്ലി ഈ റോ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി റോ മെറ്റീരിയൽസാണ്. അപ്പം സിംഗപ്പൂർ ആയതുകൊണ്ട് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു റോ മെറ്റീരിയലും ഇല്ല, എല്ലാം ഇമ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ ഇന്ത്യ, ചൈന, പിന്നെ വേറെ രാജ്യങ്ങൾക്ക് എല്ലാം നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് നല്ല ക്വാളിറ്റി റോ മെറ്റീരിയൽസ്, നല്ല ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ് നമ്മൾ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഈ പ്രോസസ്സിങ്, നമ്മൾ ഈ കറി പൗഡർ ടെക്നീക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോഴും നമ്മളൊരു ക്രയോജനിക് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ കറി പൗഡർ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ, അരയ്ക്കുമ്പോൾ സാധാരണ രീതിയിൽ
ഭയങ്കര ഹൈ ടെമ്പറേച്ചറാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഗ്രൈൻഡിങ് പ്രോസസ്സിൽ ദർ ബി ലോട്ട് ഓഫ് ഹൈ ടെമ്പറേച്ചർ ഗ്രൈൻഡിങ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇസെൻഷ്യൽ ഓയിൽസ് നഷ്ടപ്പെടും. ഇസെൻഷ്യൽ ഓയിൽസിൻ്റെ കാരണമാണ് ഈ സ്മെല്ലും മറ്റേ ടേസ്റ്റും. അപ്പോൾ ഈ ഇസെൻഷ്യൽ ഓയിൽസ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കറി പൗഡറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്ര നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ക്രയോജനിക് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പൈസ് റോ മെറ്റീരിയൽ ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് കൂൾ ചെയ്യും. വെരി ലോ ടെമ്പറേച്ചറിൽ കൂൾ ചെയ്തിട്ടാണ് പിന്നെ അതിനെ ഉൽപ്പാദനം ചെയ്യുന്നത്, അത് ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന ആ പ്രൊഡക്റ്റ് ഇസെൻഷ്യൽ ഓയിൽസും മറ്റെല്ലാ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സിലും ആ ഔട്ട്പുട്ടിൽ തന്നെ കാണും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലും പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം ആ പ്രൊഡക്റ്റിൽ തന്നെ കാണുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോഡേൺ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ, പാക്കിംഗ് ഫെസിലിറ്റി. അപ്പോൾ അതിലോട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റമറിൽ എത്തിക്കുന്ന ആ സാധനം നല്ല ക്വാളിറ്റി ഉള്ളതും കസ്റ്റമറിലൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കളർപ്പില്ല, പിന്നെ ടൈംലി നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു, ഉടനെ തന്നെ നമ്മൾ കസ്റ്റമറിൽ എത്തിക്കുന്നു. ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ഈ ക്വാളിറ്റി ഇത്രയും പോപ്പുലറായത്. ഇനിയും പോപ്പുലറായി തന്നെ ഇരിക്കുമെന്ന് നമ്മൾ വിശ്വാസം. അപ്പം ഈ പ്രോസസ്സിങ് മാത്രമല്ല, ഈ പ്രോസസ്സിങ് എന്ന് വെച്ചാൽ നമ്മൾ ചില പ്രൊഡക്ട്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ ന്യൂമാറ്റിക് കൺവേയിങ് എന്ന് വെച്ചാൽ ആൾക്കാർ തന്നെ എടുത്ത് വയ്ക്കുന്നതൊക്കെ കുറച്ചിട്ട്, ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് കുറച്ചിട്ട് നമ്മൾ ഓട്ടോമേറ്റഡ് സിസ്റ്റമിലൂടെ ചില സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കുറയുമ്പോഴത്തേക്ക് ആ സേഫ്റ്റി കുറച്ചുകൂടെ നമുക്ക് അഷുറൻസ് കൊടുക്കാം കസ്റ്റമറിൽ, ഈ പ്രൊഡക്റ്റ് സേഫ് ആണെന്നുള്ളത്. അതേസമയം നമ്മുടെ ഈ പാക്കിംഗ് എക്യുപ്മെൻറ്റ്സും ഓട്ടോമാറ്റിക് പാക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഒരു അഷുറൻസ് ഉണ്ട് നമ്മൾ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. ഇനി മറ്റെന്തൊക്കെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആണ് ഹൗസ് ബ്രാൻഡ് ഇവിടെ ഉള്ളത്? നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ ട്രെൻഡ് നോക്കിക്കൊണ്ടിരുന്നാൽ ആൾക്കാരിപ്പം വീട്ടിലോ അല്ലെങ്കിൽ ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോട്ടൽസിലെല്ലാം കുക്ക് ചെയ്യുന്നത് അവർക്ക് ഈ മാൻ പവർ ഇഷ്യൂസ് ഉണ്ട്. ചിലർക്ക് ആ നോളേജ് ഇല്ല, എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്നുള്ള, പാചകം ചെയ്യണമെന്നുള്ള നോളേജും എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ഫുഡും നമ്മൾ ചില ഇന്നോവേഷൻ, നമ്മൾ ഫുഡ് പ്രൊഡക്ട്സ് ഇന്നോവേഷൻസിലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം നമ്മൾ ഈ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് എന്നുള്ളൊരു പ്രൊഡക്റ്റ് റേഞ്ചിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓൾറെഡി പ്രീ കുക്ക്ഡ് ഫുഡാണ് റെഡി ടു ഈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ചന മസാല, വെജിറ്റബിൾ ബിരിയാണി, ഫിഷ് ഗ്രേവി എന്നുണ്ട്. അപ്പോൾ ആ ഗ്രേവി നമ്മൾ യൂസ് ചെയ്തു നമ്മൾ ഫിഷ് കഷ്ണങ്ങൾ അതിൽ ഇട്ടിട്ട്, മീൻ കഷ്ണങ്ങൾ അതിൽ ഇട്ട് ഗ്രേവി യൂസ് ചെയ്ത് ഒരു മിനിറ്റിനകം നമുക്കത് പാചകം ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊരു ഈ പാചകം ചെയ്യുന്നവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും അതിൽ വരുന്നുണ്ട്. അപ്പം ഈ ട്രെൻഡ് അനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റ് റേഞ്ച് റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ്. അപ്പം അത് മാത്രമല്ല പിന്നെ ഇൻസ്റ്റൻറ്റ് ഫുഡ് സ്നാക്സും ഉണ്ട്, ഉപ്പുമാ, ദോശ. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള പ്രൊഡക്ട്സും നമ്മുടെ റേഞ്ചിൽ ഇപ്പോഴുണ്ട്. Chicken curry is just 1, 2, 3 steps. ഹൗസ് ബ്രാൻഡ് കറി പൗഡർ, തനത് സ്വാദിന്റെ സംതൃപ്തി അരനൂറ്റാണ്ടിനും മേലെ. നിങ്ങളുടെ കാർത്തിക സൂപ്പർ മാർക്കറ്റിൽ ഗ്രോസറീസ്, ബോഡി കെയർ, കിച്ചൺ വെയർസ്, ഫ്രോസൺ വെജിറ്റബിൾസ്, ഫ്രോസൺ ഫുഡ്, ചോക്ലേറ്റ്സ്, അങ്ങനെ ആയിരക്കണക്കിന് വിവിധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരേ ഒരു സൂപ്പർ മാർക്കറ്റ് കാർത്തിക സൂപ്പർ മാർക്കറ്റ്. $100 സാധനങ്ങൾ വാങ്ങുമ്പോൾ ഹോം ഡെലിവറി സൗജന്യം. ഓൺലൈനായും ഓർഡർ ചെയ്യാം. ഇപ്പൊ കിച്ചൺ അപ്ലയൻസസിൽ എക്സ്ചേഞ്ച് ഓഫറും. വരൂ, $50 പഴയ പാത്രങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയതാക്കൂ. വേറെ എവിടെയും അല്ല. 34 ബഫല്ലോ റോഡ്, വിഷൻ അവന്യൂ, കാർത്തിക സൂപ്പർ മാർക്കറ്റ്. തിരുമല നെയ് ശർക്കര പായസത്തിന് സ്ട്രോങ് സപ്പോർട്ട്, നെയ്ദോശയ്ക്ക് സൂപ്പർ സപ്പോർട്ട്, ഗുലാബ് ജാമിന് ക്ലോസ് ഫ്രണ്ട്, വീട്ടിലും വിരുന്നിലും ഏറ്റവും അടുത്ത സുഹൃത്ത് തിരുമല നെയ്. തിരുമല നെയ്. Aladdin's, your one-stop magical shopping experience. Designer saris, Punjabi suits, footwears, handbags, Gagra cholis,
men's sherwani suits, concentrated perfume, Kanjipuram silk sarees, cosmetics, fancy ornaments, gold jewelry, gold and silver bars, and many more. 3 floors of shopping bliss in the heart of Little India. Aladdin's Jewels and Apparels, 121 Saragoon Road, Singapore. Singapore University of Technology and Design. PhD program in Engineering Product Development. Singapore University of Technology and Design. A better world by design. At Om Vedic, indulge in authentic Ayurvedic relaxing massages with proficient Ayurvedic physicians. Om Vedic successfully manages sinusitis, migraine, arthritis, skin and stomach disorders, fertility problems and more. Om Vedic Heritage Center offers women's health and beauty, astrological consultations and free meditation. Om Vedic, Singapore's leading holistic wellness center. This year, be dressed in the finest Indian and Pakistani designer wear. Saris, Punjabi suits, lehengas, children and men ready garments, Pakistani lawn suits, sandals, footwear and many more. 2 stories of shopping haven for the entire family. Muntaha Collections, 113 Serangoon Road. എന്റെ കല്യാണം എന്റെ മകളുടെ കല്യാണം എന്റെ കൊച്ചുമകളുടെ കല്യാണം എന്റെ 60ാം കല്യാണം എന്റെ ആയുഷ്കാലം മുഴുവനും എന്നോടൊപ്പം ഹനീഫ ടെക്സ്റ്റൈൽസ്. ഹനീഫ ടെക്സ്റ്റൈൽസ്, സിംഗപ്പൂർ, മലേഷ്യ. സിംഗപ്പൂരിലായാലും വേൾഡ് വൈഡ് ആയാലും ഫുഡ് ഇൻഗ്രീഡിയൻസിന് അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം ഭാവിയുണ്ട്? ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ കറി പൗഡേഴ്സ്, നമ്മൾ പാചകത്തിന് യൂസ് ചെയ്യുന്ന കറി പൗഡേഴ്സ്, റോ ഇൻഗ്രീഡിയൻസ്, അപ്പം അതിനെപ്പോഴും ഒരു സ്ഥാനമുണ്ട്. ഈ ബേസിക്കായിട്ട് നമ്മൾ കുക്കിങ്ങിനുള്ള ഈ ഇൻഗ്രീഡിയൻസ് എന്തായാലും അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഇരിക്കണം. പക്ഷേ അതിൻ്റെ ഉപയോഗം എങ്ങനെയെന്നുള്ളതാണ് നമ്മളിനി പഠിക്കേണ്ടത്. ഇൻ ടു ദ ഫ്യൂച്ചർ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസേഴ്സ്. ഇപ്പം ഈ പാചകം ചെയ്യുന്നവർക്ക് എത്രത്തോളം അതിൻ്റെ അറിവുണ്ട്, എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള അറിവ്. അപ്പം ഇപ്പം നമ്മൾ ട്രെൻഡ് നോക്കിയാൽ ഈ പലരും ഈ കുക്ക് ബുക്സ്, മറ്റേ പ്രോഗ്രാംസ്, കുക്കിംഗ് പ്രോഗ്രാംസ് എല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്ക് എങ്ങനെ പാചകം ചെയ്യണമെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്നേക്കും നിലനിൽക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഈ ട്രെൻഡ് മാറുന്നതനുസരിച്ച് നമ്മൾ ഇന്നോവേഷനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രഡീഷണൽ ഫുഡ് ഇൻഗ്രീഡിയൻസ് അത് മാത്രം മതിയോ, അല്ലെ ഇപ്പം അതിൽ തന്നെ വേറെ പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഫുഡ് ഇൻഗ്രീഡിയൻസ് അവർക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇരിക്കണം. അപ്പോൾ നല്ല ക്വാളിറ്റി നമ്മളിപ്പം കറി പൗഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനത്തെ ടൈപ്പ് റോ മെറ്റീരിയൽസ് ആണ്. അപ്പം ഓർഗാനിക് ഫാമിംഗ് ആകുമ്പോഴത്തേക്ക് നല്ല ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ആയിരിക്കും. ആ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ നല്ല പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴും ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പെസ്റ്റിസൈഡ് ഇല്ല, നല്ല വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷേ കോസ്റ്റും അതേസമയം കൂടുതലാണ്. അപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏതാണ് ഇമ്പോർട്ടൻറ്റ്, ഇപ്പം കോസ്റ്റാണോ അവരെ ഹെൽത്താണോ ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു ബാലൻസ് അവർ ഡിസൈഡ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പം ഫുഡ് ഇൻഗ്രീഡിയൻസ് ആൻഡ് വിൽ ബി ഇമ്പോർട്ടൻറ്റ് ഇൻ ടു ദ ഫ്യൂച്ചർ. ഫുഡ് പ്രോസസ്സ്, നമ്മളെപ്പോലെ ഫുഡ് പ്രോസസ്സും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം, അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതുമല്ലാതെ പിന്നെ ഫുഡ് പ്രൊഡക്ട്സ് ഇന്നോവേഷനും നമ്മൾ ഇൻവോൾവ് ആയി തന്നെ ഇരിക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ട്രെൻഡാണ്. എന്ന് വെച്ചാൽ ഈ പാചകം ചെയ്യാൻ അറിയാത്തവർക്കും സമയമില്ലാത്തവർക്കും അപ്പോൾ അവർക്കൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ് എന്ന ഫുഡ് പ്രൊഡക്ട്സ്. ഹൗസ് ബ്രാൻഡ് ഫുഡ് പ്രൊഡക്ട്സ് ഒരു സിംഗപ്പൂരിയൻ ബ്രാൻഡാണ്. അപ്പം ഇന്ത്യൻ ഫുഡ് പ്രൊഡക്ട്സുമായിട്ട് എത്രത്തോളം ഒരു കോമ്പറ്റീഷൻ ഉണ്ട്? ഇവിടുത്തെ ഈ കസ്റ്റമർ ബേസ് ഇവിടെ മാത്രമല്ല, ഇപ്പം മലേഷ്യ, ഇന്തോനേഷ്യ ഈ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് അവരുടെ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റാണ്. ഇന്ത്യ എന്നുള്ള ഇന്ത്യക്കാരുടെ ടേസ്റ്റ് ബഡ്സും ഇവിടുത്തെ ടേസ്റ്റ് ബഡ്സും ഇത്രയും മാറ്റങ്ങളുണ്ട്, ഡിഫറെൻ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കറി പൗഡർ എന്ന് പറയുന്നത് ഇന്ത്യൻ കറി പൗഡറുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചില ഏരിയാസിൽ ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കുറഞ്ഞ എരിവായിരിക്കും നമ്മുടെ ഈ കറി പൗഡേഴ്സ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ മാർക്കറ്റിൽ ഇന്ത്യൻസ് മാത്രമല്ല
മലേസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്. അപ്പം അവരും ഈ കറി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ പ്രൊഡക്റ്റിന് ഡിഫറൻസിയേഷൻ ഉണ്ട്. അത് പ്രമാണിച്ച് ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊപ്പോർഷൻസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സിന് ഇവിടെ ഓടുന്നുണ്ട്. പക്ഷേ അത് ചിലപ്പം ഈ എക്സ്പാട്രിയേറ്റ് ഇന്ത്യൻസ്, ഇവിടെയുള്ള ഇന്ത്യയിൽ നിന്ന് അടുത്ത കാലത്ത് വന്നവർക്കായിരിക്കും അത് അവർ ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ ഉള്ളവർ, ഇവിടുത്തെ സിംഗപ്പൂരിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഉള്ളവർ ഇവിടുത്തെ ഉൽപ്പാദനം ചെയ്യുന്ന കറി പൗഡർ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചൈനീസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ കൂടെയും കോമ്പറ്റ് ചെയ്യുമ്പം എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഈ ഒരു സിംഗപ്പൂരിയൻ ബ്രാൻഡിന് അല്ലെങ്കിൽ ഈ ഒരു ഹൗസ് ബ്രാൻഡ് പ്രൊഡക്ട്സ് നേരിടേണ്ടി വരുന്നത്? അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാം. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ സിംഗപ്പൂർ ഫോർ ഇൻസ്റ്റൻസ് മെജോറിറ്റി ചൈനീസ് ആൾക്കാരാണ്. അപ്പം അവരെയൊക്കെയും നമ്മൾ ക്യാപ്ചർ ചെയ്ത് ആ മാർക്കറ്റും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ഈസ് എ ബോണസ് ഫോർ അസ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ കറി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഇൻഗ്രീഡിയൻസ്, അപ്പം അത് നമ്മൾ പാചകത്തിന് ഉപയോഗപ്പെടുന്നതിനും അതേ സമയത്ത് ചൈനീസിനെ എങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ചൈനീസും നമ്മളെ ഇന്ത്യൻ ഫുഡും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കും അത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഫുഡുകൾ. അതുകൊണ്ട് നമ്മളെ ഇന്ത്യൻ പ്രൊഡക്ട്സ് തന്നെ ഉൽപ്പാദനം ചെയ്ത് അവർക്ക് കൊടുക്കാം. അതേസമയം അവർക്ക് ട്രൈ ചെയ്യാൻ അവരുടെ ചില പ്രത്യേക ഡിഷസ് ഉണ്ട്. ഈ കറി ഫിഷ് ഹെഡ് എന്ന് പറയുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കറി പൗഡേഴ്സ് നമുക്ക് ഉൽപ്പാദനം ചെയ്യാം. അപ്പോൾ അതുപോലെ ആ മാർക്കറ്റിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഓൾറെഡി നമ്മൾ ഈ മലൈ മാർക്കറ്റിന് അനുസരിച്ച് ചില പ്രൊഡക്ട്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി അവർക്ക് നല്ല വരവേൽപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്ട്സിന് വേണ്ടി. അപ്പോൾ അതുപോലെ ചൈനീസ് മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കാഴ്ചപ്പാടിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മളത് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനും ഇത് നമ്മളെ സഹായിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. എന്തൊക്കെ സോഷ്യൽ ആൻഡ് വോളണ്ടറി ആക്ടിവിറ്റീസിലാണ് സാർ ഇൻവോൾവ് ആയിരിക്കും? ഇപ്പോഴും ഞാൻ ഈ മലയാളം ലാംഗ്വേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നൊരു സൊസൈറ്റിയിലെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സൊസൈറ്റി തുടങ്ങിയിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ സിംഗപ്പൂരിൽ മലയാളം പ്രൊമോട്ട് ചെയ്യാൻ, പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. സിംഗപ്പൂരിൽ കാലക്രമേണ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മിക്ക മലയാളി കുട്ടികളും പഠിക്കുന്നത് ഒന്നീ ഹിന്ദി അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ ചിലർ മാൻഡറിനും പഠിക്കുന്നുണ്ട്. പക്ഷേ മലയാളം ഒരു വിഷയമായിട്ട് എടുക്കാൻ ഇവർക്ക് ഇപ്പോഴും ഓപ്ഷൻ ഇല്ല സിംഗപ്പൂരിൽ. അപ്പോൾ അത് കൊണ്ടുവരാനുള്ള ഒരു എഫർട്ട് നമ്മൾ ഇടുന്നുണ്ട്. അത് ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ആംഗിളിൽ അതൊന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറമേ നമ്മൾ ഇവിടെ ഇപ്പോഴും കൊച്ചുകുട്ടികൾക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും മലയാളം ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് പല സെൻറ്റേഴ്സിൽ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഒരു 300ഓളം കുട്ടികൾ മലയാളം ഒരു 3rd സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമേ നമ്മൾ ഈ മലയാളം ലാംഗ്വേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി, സിംഗപ്പൂരിലുള്ള ഈ സൊസൈറ്റി കേരളത്തിലെ മലയാളം മിഷനുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് മലയാളം മിഷൻ എക്സാമിനേഷൻസും നടത്തിയിട്ടുണ്ട്. 30ഓളം സ്റ്റുഡൻസ് നമ്മൾ ആ ബേസിക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ടെസ്റ്റ് ചെയ്തിരുന്ന് പാസ്സായിട്ടുമുണ്ട്. ഭാഷയുടെ ഒരു സർവൈവലിന് വേണ്ടി, ഫ്യൂച്ചറിന് വേണ്ടി ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു ടീമും ഉണ്ട്, നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ ലാംഗ്വേജ് സൊസൈറ്റി അല്ലാതെ ഇവിടെ ശ്രീനാരായണ മിഷൻ എന്നൊരു സംഘടന ഉണ്ട്. ശ്രീനാരായണ മിഷൻ പല വെൽഫെയർ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആണ്. ഒരു ഓൾഡ് ഏജ് ഹോമും ഡിമെൻഷ്യ അങ്ങനെയുള്ള ആൾക്കാർക്ക് സർവീസസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയുമാണ്. ആ ഒരു സംഘടനയിൽ ഞാൻ ഒരു ട്രസ്റ്റിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും നേരം കുറേ കാര്യങ്ങൾ നമുക്ക് ഹൗസ് ബ്രാൻഡ് ഫുഡ് പ്രൊഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഇനിയും ഒരുപാട് സക്സസ്ഫുൾ ആവട്ടെ, പോപ്പുലർ ആവട്ടെ ഈ ഒരു ഹൗസ് ബ്രാൻഡ് പ്രൊഡക്ട്സ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് സർ. Thank you for interviewing me and allowing me to share my experiences. Thank you. Chicken curry is just 1, 2, 3 steps. ഹൗസ് ബ്രാൻഡ് കറി പൗഡർ, തനത് സ്വാദിന്റെ സംതൃപ്തി അരനൂറ്റാണ്ടിനും മേലെ. QBB Pure Ghee for cooking, baking and barbecue. Superior taste in so many ways. QBB Pure Ghee.
This year, be dressed in the finest Indian and Pakistani designer wear. Saris, Punjabi suits, lehengas, children and men ready garments, Pakistani lawn suits, sandals, footwear and many more. True stories of shopping haven for the entire family. Muntaha Collections, 113 Serangoon Road. സിംഗപ്പൂർ മലയാളി ഹിന്ദു സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ഏപ്രിൽ മാസം 22 വെള്ളിയാഴ്ച മുതൽ 25 തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ശ്രീ പെരുമാൾ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് ദേവിയുടെ തിരുവിഗ്രഹം എഴുന്നള്ളിക്കുന്നത്. ദേവിക്ക് പൊങ്കാല സമർപ്പണം ഏപ്രിൽ 24 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്നതാണ്. ചക്കുളത്ത് ക്ഷേത്രത്തിലെ പ്രധാന ആചാര്യനായ ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആയിരിക്കും ഇവിടെയും ചടങ്ങുകൾ നടക്കുക. എല്ലാ ഭക്തജനങ്ങളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദേവിയെ ശരണം. Namaskaram. Welcome to Singapore Choice. Hi everybody. Hope you all are fine. I'm doing very good. Today I've got something special. I'm going to cook a fish which is going to pan fry, and then you have a sauce separately which is called tomato masala sauce. So I've got a very nice fish here. You call these halubat fish. You can use any fish what you like, but I'm using a halubat which is boneless. Just a fillet by itself, the whole fish. I'm going to just pan fry this and then I'm going to serve you with the sauce. Let's do the cooking. Okay, now the important thing, you got to marinate the fish, then you pan fry the fish, then you use the sauce. So to marinate the fish, you need some ginger and garlic paste, some lime juice, some yogurt, and chili powder, turmeric powder, coriander powder, biryani masala powder, and you're going to use meat curry powder. You hear only? It is meat curry powder. I'm not using fish curry powder. So you're going to have different flavor from the fish. So it'd be very nice, like masala gravy will be very good and very juicy. You should try this at home. I'm going to marinate this now. I'm going to marinate the fish. Some ginger and garlic paste. Just use half, that's about 1 tablespoon. Just rub it on both sides. Add some salt. Remember, for putting salt, you have to add some salt here. When you make the sauce, do not add too much of salt because your fish already has got salt. And these are seawater fish, has got natural salt in it. Add some yogurt. I'm going to add the masalas, just half a teaspoon of chili powder, half a teaspoon of turmeric powder, half a teaspoon of coriander powder, half a teaspoon of meat curry powder, half a teaspoon of biryani masala. I'm going to add some kasuri methi, which is dry fenugreek leaves. Mix it all over. I'm going to add some lime juice. Mix all over. 2 tablespoons of oil. Why am I adding oil? Is when you pan fry, so it does not stick to the pan. If you're using non-stick or even stick pan, you get it very nicely done and very crispy. Do not need to add any more oil. Now we're going to pan fry the fish first. Then at the same time, I'm going to cook the sauce. So you have 2 in 1 and you serve very fast. Because it's a non-stick pan, you do not need oil because I've already put some oil here. But if you think that it's going to stick to it, you can actually add a little bit oil, which is going to be 1 teaspoon. Always remember your pan has to be really not very hot at the temperature of 180. How do you see it? You can touch from here, you can feel the heat is about 180 already. Now you just got to put in the fish
always use the skin part to cook first. And put all the sauce in. Now let it cook by itself. I'm going to cook it for another at least about 3 to 4 minutes. Then I'm going to come back with this one again. Now I'm going to cook the sauce. So I already preheat the pan. I'm going to add some oil. Now it's really hot. Add some cumin seeds. Add some black peppercorn. Add some vinegary leaves. And some curry leaves. Now I'm going to add the onions. Cook it for at least about 2 minutes. Add the peppercorns. Add the bell pepper. Now I'm going to add some sliced the garlic and some chilies. For a little bit spicy, if you want less spicy, add little chili. I'm going to add some ginger and garlic paste. Add the balanced yogurt. Now I'm going to add the tomatoes. Going to add some masalas here. Half a teaspoon of turmeric powder. 1 teaspoon of chili powder. 1 teaspoon of meat curry powder. Half a teaspoon of biryani masala. We'll add some lime juice. We'll add a little bit of water. And now it's done. I'm going to serve in the plate. I'm going to turn the fish again. Here you are, the pan-fried fish with tomato masala. You should try this at home. So wonderful, so yummy. You should do it at home and try this. For now, from Singapore Choice, I'm Chef Arifin. Ta-ta! I'm going to eat this. Enjoy yourself at home. Bye! So wonderful. With the sauce. Do it at home. Yeah. ഈ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? ഇനി അടുത്ത ആഴ്ച ഇതേ സമയം ഞാൻ വരും ഇതിലും മനോഹരമായിട്ടുള്ള സെഗ്മെന്റ്സുമായിട്ട് നിങ്ങളുടെ മുന്നിൽ. അതുവരെ ടേക്ക് കെയർ. ബൈ. സിംഗപ്പൂർ ചോയ്സ് സമർപ്പിച്ചത് ഹൗസ് ബ്രാൻഡ്
Variety is the spices of life. Powered by Karthika Supermarket. Complete range of food products since 1989. Co-sponsored by Tirumala Ghee, the trusted taste of cow ghee.